ടൊവിനോ തോമസ് നായകനായി തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം നടക്കുന്ന അജയന്റെ രണ്ടാം മോഷണം ആ സിനിമയാണ് ഇന്ന് കണ്ടിട്ട് വന്നത്. ഞാൻ ഒരുപാട് ലേറ്റായി പോയി പടം കാണാൻ. ബാക്കി സിനിമകൾ കണ്ടിട്ട് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് കാണാമെന്നുള്ള രീതിയിലായിരുന്നു. ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് ഉള്ള പടമായതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിൽ തിരക്ക് ഒഴിഞ്ഞിട്ട് കാണാമെന്ന് തന്നെ തീരുമാനിച്ചു. ഈ പടം നിറഞ്ഞ സദസ്സിൽ പാരിപ്പള്ളി രേവതിയിൽ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും മികച്ച ഒരു തിരക്കഥയോടുകൂടിയുള്ള ഒരു സിനിമയാണ്. കൂടെ വിഷ്വൽ എഫക്റ്റും കൂടെ ആയപ്പോൾ ഈ സിനിമ മികച്ച ഒരു സിനിമാനുഭവം തന്നെ ആയി മാറി. ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ടൊവിനോയുടെ പെർഫോമൻസ് ആണ്. ടൊവിനോ മികച്ച നടനാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പുള്ളിക്കാരൻ ചില എക്സ്പ്രഷനുകളിൽ വൻ പരാജയമായി പോകുന്നു. ഒരു കഥാപാത്രത്തിൻ്റെ നിസ്സഹായ അവസ്ഥ. ടൊവിനോ 3 കഥാപാത്രങ്ങളായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. അതിൽ മണിയൻ എന്ന് പറയുന്ന കള്ളൻ അത് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രമായിട്ട് ടൊവിനോ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ അജയൻ എന്ന് പറയുന്ന ടൈറ്റിൽ കഥാപാത്രം, ഈ കഥാപാത്രമായിട്ട് ടൊവിനോ വന്നപ്പോൾ അതിൻ്റെ നിസ്സഹായ അവസ്ഥ പ്രകടിപ്പിക്കുന്നതിൽ ടൊവിനോ ഒരു പരാജയമായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും. അത് നമ്മൾ മുൻപും ടൊവിനോയുടെ ഈ ഒരു പെർഫോമൻസിലെ കുഴപ്പം നമ്മൾ മുൻപും സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഒരു കുപ്രസിദ്ധ പയ്യനൊക്കെ ടൊവിനോയുടെ അഭിനയം കൊണ്ട് കുളമായ സിനിമയാണ്. ആ രീതിയിൽ തന്നെ ഈ അജയൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് വരുന്നതിൽ ടൊവിനോ ഒരു പരാജയമായി പോയി. ആ നിസ്സഹായ അവസ്ഥ, ഒരു പാവം പയ്യൻ, ആ ലെവലിൽ ഒക്കെ ടൊവിനോ കുറച്ചുകൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിൽ പ്രധാന നായികമാരായിട്ട് വരുന്ന ഒന്ന് സുരഭി ലക്ഷ്മിയാണ്. സുരഭി ലക്ഷ്മിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. ടൊവിനോയുടെ അമ്മയായിട്ട് രോഹിണി വരുന്നുണ്ട്. രോഹിണിയും തരക്കേടില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ഐശ്വര്യലക്ഷ്മിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലായിരുന്നു. പിന്നെ കൃതി ഷെട്ടി ആയിരുന്നു മെയിൻ നായികയായിട്ട് വരുന്നത്. മെയിൻ നായികയായിട്ട് വന്ന കൃതി ഷെട്ടി ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ടായിരുന്നു. ക്യൂട്ട്നെസ്സിലൊക്കെ കൃതി ഷെട്ടി നല്ല രീതിയിൽ തന്നെ ആകർഷിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കൃതിയുടെ ആദ്യ മലയാള സിനിമയാണ്. ഇനി പടത്തിലെ മെയിൻ വില്ലനായിട്ട് വരുന്നത് ഹരീഷ് ഉത്തമനാണ്. ഹരീഷ് ഉത്തമന്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. ഹരീഷിനോടൊപ്പം തന്നെ 2 പേര് കൂടെ സഹനടന്മാരായിട്ട് വരുന്നുണ്ട്. അത് 90s വേഷവിധാനങ്ങളോടുകൂടി വരുന്ന 2 പേരായിരുന്നു. അതുപോലെ തന്നെ ബേസിൽ ജോസഫ് ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ടൊവിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ബേസിൽ വരുന്നുണ്ട്. കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ബേസിൽ ഒരു വിജയ ചിത്രത്തിന്റെ അടിസ്ഥാന ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രമായി വരുന്നത് ജഗദീഷ് ചേട്ടനാണ്. ജഗദീഷ് ചേട്ടന്റെ പെർഫോമൻസ്, അതായത് റീബ്രാൻഡ് ചെയ്ത് വന്നിട്ടുള്ള ജഗദീഷ് ചേട്ടന്റെ പെർഫോമൻസ് ആണ് നമുക്ക് ഇതിലും കാണാൻ പറ്റുന്നത്. ആ പെർഫോമൻസിൽ പുള്ളിക്കാരൻ പടത്തിന്റെ 3D എഫക്ട്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 3D ഉള്ള തിയേറ്ററിൽ കാണുമ്പോൾ അത് വിഷ്വൽ എഫക്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. ഫുൾ 3D ആണ് ചെയ്തിട്ടുള്ളത്. ചില സിനിമകളൊക്കെ 3D എന്ന് പറഞ്ഞിട്ട് പിന്നീട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളെ പറ്റിക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഈ പടത്തിൽ ആ രീതിയിലൊന്നുമല്ല. 3Dയിൽ തന്നെ ഷൂട്ട് ചെയ്ത് നമുക്ക് തന്നെ ആ വിഷ്വൽ എഫക്ട്സ്, പ്രത്യേകിച്ച് എൻ്റെ കൂടെ തിയേറ്ററിൽ കുറച്ച് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അവർ എഴുന്നേറ്റ് നിൽക്കുകയും അച്ഛനമ്മയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ കാണാൻ പറ്റി. അപ്പോൾ അതിൽ സംവിധായകൻ തീർച്ചയായിട്ടും വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മൊത്തത്തിൽ തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് അജയൻ്റെ രണ്ടാം മോഷണം. ഇനിയിപ്പോൾ എല്ലാവരും കമ്പയർ ചെയ്യുന്നത് കിഷ്കിന്ധാകാന്ഡമാണോ അജയൻ്റെ രണ്ടാം മോഷണമാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും 2 ജേണലുള്ള സിനിമകളാണ്. ആ രീതിയിൽ 2 സിനിമയും നമ്മളെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. പിന്നെ വലുതും ചെറുതുമായിട്ടുള്ള കുറേ കഥാപാത്രങ്ങൾ സിനിമയിലുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് മികച്ച രീതിയിലായിരുന്നു. ഗാനങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ ആസ്വാദ്യകരമാകാൻ പറ്റുന്ന രീതിയിലായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. 3D എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ വിഷ്വൽ എഫക്ട്സിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അതിൻ്റെതായ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം.